സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാം സ്റ്റേജ് 4ന്റെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 73/26 ആണ്. ആദ്യത്തെ ചോദ്യം, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 4. 1, 2, 4. പദ്ധതി വഴി 14,500-ലധികം വിദ്യാലയങ്ങളുടെ വികസനം ലക്ഷ്യമിടുന്നു. PM ശ്രീ ഒരു കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയാണ്. പ്രധാൻ മന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതാണ് പദ്ധതിയുടെ പൂർണ്ണരൂപം. താഴെ പറയുന്നവരിൽ 2026 പത്മ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടാത്ത മലയാളി ആരാണ്? MT വാസുദേവൻ നായർ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. സ്ത്രീകളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തെറ്റായ പ്രസ്താവനകളില്ല. ഒന്ന് നോക്കാം. പദ്ധതി പ്രകാരം 1000 രൂപ പ്രതിമാസം ധനസഹായം നൽകുന്നു. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകളും ട്രാൻസ് വുമണും ഗുണഭോക്താക്കൾ. സംസ്ഥാനത്ത് സ്ഥിര താമസമാക്കിയവർക്ക് മാത്രം ആനുകൂല്യം. 2026 ഫെബ്രുവരിയിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. സ്ത്രീ സുരക്ഷാ പദ്ധതി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളികൾ ആരെല്ലാം? ഓപ്ഷൻ ഡി ആണ്. 2, 4. മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ നാമം BBG റാംജി എന്നാണ്. ഇതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. ആസാമിൽ വെച്ച് നടന്ന 79ാം സന്തോഷ് ട്രോഫി ഫുട്ബോൾ മത്സരത്തിൽ ജേതാക്കളായ ടീം സർവീസസ്. നാൽക്കാലികളെക്കാളും താഴെയാണോ ഇക്കാണും മനുഷ്യ സഹോദരന്മാർ? ഇക്കാലത്തിൽ 20ാം നൂറ്റാണ്ടിലും ഇതു നിൽക്കാറായില്ലല്ലോ യോഗപ്പെണ്ണി എന്ന വരികൾ ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെതാണ്? ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പൻ. 2025 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് R വൈരമുത്തു. 2026 ദി ഇന്ത്യ AI ഇമ്പാക്ട് ഉച്ചകോടിക്ക് വേദിയായ നഗരം ഡൽഹി. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? ഓപ്ഷൻ സി ആണ്. 1, 2, 3. 3ഉം ശരിയാണ്. ഉത്തർപ്രദേശ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളുമായി ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നു. ഇന്ത്യയുടെ പഞ്ചസാരക്കിണമെന്ന് ഉത്തർപ്രദേശിനെ വിശേഷിപ്പിക്കുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ എ 1, 2, 3 ശരിയാണ്. വടക്ക് തെക്ക് ഇടനാഴി ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നു. സുവർണ ചതുഷ്കോണം ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി സിൽച്ചാറിനെ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്നു. രാജസ്ഥാനിലുള്ള പ്രധാനപ്പെട്ട ഉപ്പ് തടാകം ഏതാണ്? സാമ്പാർ തടാകം. ഭിലായ് സ്റ്റീൽ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഭൂമിശാസ്ത്രപരമായി താർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായി തിരിക്കാം. അവ ഏതാണ്? മരുസ്ഥലി, രാജസ്ഥാൻ ഭാഗം. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതല ഭാഗം ഏതാണ്? കൊറമാൻഡൽ തീരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഇന്ത്യയിലെ സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ CST. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്ത വർഷം 1923. ഭൗമ താപോർജ നിലയമായ മണികരൺ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആര്? രാംനാഥ് കോവിന്ദ്.
പ്ലാനിംഗ് കമ്മീഷന് പകരമുള്ള പുതിയ സംവിധാനമായ നീതി ആയോഗിലെ നീതിയുടെ പൂർണ്ണരൂപം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 2026 ബ്രിക്സ് അധ്യക്ഷതയ്ക്കായി ഇന്ത്യ പുറത്തിറക്കിയ ലോഗോ ഏത് ദേശീയ ചിഹ്നത്തിൽ നിന്നുമാണ് പ്രചോദനം ഉൾക്കൊണ്ടത്? താമര. ഇന്ത്യ USA ബന്ധത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ഈ പ്രസ്താവനകളിൽ ശരി ഏത്? ഓപ്ഷൻ A, B, C 3 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ വിനോബ ഭാവെ ആരംഭിച്ച ഭൂരഹിതരായ കർഷകർക്ക് ഭൂമി വിതരണം ചെയ്യുന്ന ലക്ഷ്യമിട്ട സാമൂഹിക മുന്നേറ്റം ഏതാണ്? ഭൂദാൻ പ്രസ്ഥാനം. 1916 പ്രസിദ്ധമായ ലക്നൗ ഉടമ്പടി ഡാഷ് തമ്മിൽ ഒപ്പുവെച്ചു? ബാലഗംഗാധര തിലകും മുഹമ്മദ് അലി ജിന്നയും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി, സംസ്ഥാനങ്ങളുടെ ഭാഷാടിസ്ഥാനത്തിലുള്ള പുനഃസംഘടനയ്ക്കായി ഇന്ത്യ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ധർ കമ്മീഷൻ. ഇന്ത്യയിൽ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുരക്ഷിതമായ റോഡ് യാത്രയ്ക്കുള്ള അവകാശം അംഗീകരിച്ചത്? ആർട്ടിക്കിൾ 21. ഓപ്പറേഷൻ തൂഫാൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മയക്കുമരുന്ന്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തത്? ആനന്ദമഠം. 2026 റിസർവ് ബാങ്ക് 5 രൂപ നാണയം ഇറക്കിയത് ആരുടെ സ്മരണാർത്ഥമാണ്? ശ്രീനാരായണ ഗുരു. ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ കേരളത്തിന്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഏത് വർഷമാണ് പിംഗലി വെങ്കയ്യ ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജിക്ക് സമർപ്പിച്ചത്? 1921. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം നേവി ബ്ലൂ. ദേശീയ ഗാനം പാടുന്നത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം. നിലവിലെ കേരള നിയമസഭയിലെ വനിതാ MLA-മാരുടെ എണ്ണം 11. SIR താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? വോട്ടർ പട്ടിക. കോക്രോച്ച് ജനതാ പാർട്ടി ആരംഭിച്ചത് 2026 മെയ് 16. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് 1, 3. ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി പെരിയാർ നദിയുടെ തീരത്താണ്. പ്രശസ്തമായ ശിവരാത്രി ഉത്സവം നടക്കുന്ന ആലുവ പെരിയാറിന്റെ തീരത്താണ്. താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. കബനി, ഭവാനി, പാമ്പാർ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം കേരളത്തിലെ പ്രസിദ്ധമായ ശുദ്ധജല തടാകമാണ്. ശാസ്താംകോട്ട തടാകത്തിന്റെ തീരത്ത് പ്രശസ്തമായ ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് 1, 2, 3 എല്ലാം ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. പെരിയാർ നദിക്ക് കുറുകെ ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നീ അണക്കെട്ടുകൾ ചേർന്നാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭൂഗർഭ പവർ ഹൗസ് മൂലമറ്റത്താണ്. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിൽ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണെന്ന് തിരിച്ചറിയുക. റോജി M. ജോൺ. താഴെ തന്നിരിക്കുന്നവയിൽ അരയ സമാജ സ്ഥാപകൻ ആരെന്ന് കണ്ടെത്തുക. പണ്ഡിറ്റ് KP കറുപ്പൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് കണ്ടെത്തുക. തിരുവനന്തപുരം. കേരള സംസ്ഥാന സർക്കാർ നൽകുന്ന ഉന്നത കായിക ബഹുമതി ഏതെന്ന് കണ്ടെത്തുക. GV രാജ പുരസ്കാരം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. നെയ്യാർ വനമേഖലയിലാണ് കേരളത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ
അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. ഇക്കോ ടൂറിസം കേന്ദ്രമായ നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ്. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് 2, 3. കല്ലുമാല സമരം സംഘടിപ്പിച്ചു. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചു. സാമൂഹ്യ പരിഷ്കർത്താവായ VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് 1, 2. പാലിയൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. 1947 മുതൽ 48 മാർച്ച് വരെ നടന്ന പാലിയൻ സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനെതിരെ നടന്ന പ്രക്ഷോഭമായിരുന്നു. കൊച്ചിയിലെ മുൻ മന്ത്രി മുഖ്യനായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കുവാനുള്ള അവർണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. സത്യാഗ്രഹികളിൽ ഒരാളായ AG വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. പ്രാചീന മലയാളം എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ചട്ടമ്പി സ്വാമികൾ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ബി 2, 3. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനമായിരുന്നു. ആത്മോപദേശ ശതകം, ദേവദശകം, ദർശനമാല, നവമഞ്ജരി, ശിവശതകം മുതലായവ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ്. 1, 2, 3 എന്നിവ ശരിയാണ്. കണ്ണൂരിൽ നിന്നും മദ്രാസ് വരെ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് കണ്ടെത്തുക. AK ഗോപാലൻ. 1936 തൃശൂർ പട്ടണത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യ ഏജൻസി ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദിവാൻ ആരാണെന്ന് കണ്ടെത്തുക. ഷൺമുഖം ചെട്ടി. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3. വാരിയംകുന്നം കുഞ്ഞഹമ്മദ് ഹാജി, പ്രീതി കോയത്തങ്ങൾ, അലി മുസ്ലിയാർ എന്നിവരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരായി മലബാറിൽ നടന്ന കലാപം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ദാരുണ സംഭവമാണ് വാഗൺ ദുരന്തം. കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ വേരറക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള പോലീസ് 2026 ജൂൺ 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്പറേഷൻ തൂഫാൻ. മനുഷ്യ മസ്തിഷ്കം നാഡീവ്യൂഹത്തിൻ്റെ പ്രധാന അവയവമാണ്. ഇത് ശരീരത്തിൻ്റെ മുഴുവൻ നിയന്ത്രണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. മസ്തിഷ്കത്തെയും സുഷുമ്നാ നാഡിയെയും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന പാളി ഏതാണ്? മെനിഞ്ചസ്. ഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ ശുദ്ധരക്തം എത്തിക്കുകയും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ അശുദ്ധരക്തം ശ്വാസകോശത്തിൽ എത്തിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഹൃദയത്തിൽ നിന്നും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം വഹിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലുകൾ ഏതാണ്? ധമനികൾ. കുട്ടികളിൽ റിക്കറ്റ്സ് ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ ഡി ആണ്. ക്യാൻസറിന് കാരണമാകുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ഘടകങ്ങളെ പൊതുവായി വിളിക്കുന്ന പേര് എന്താണ്? ക്യാൻസിനോജനുകൾ. ഒരു മരം നടുമ്പോൾ ഒരു ജീവനാണ് ജനിക്കുന്നത്. എന്നാൽ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ ഒരു സംസ്കാരമാണ് ഇല്ലാതാകുന്നത്. വനനശീകരണം മൂലം അന്തരീക്ഷത്തിൽ ഏത് വാതകത്തിൻ്റെ അളവാണ് വർദ്ധിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. കടൽ തീരങ്ങളിലും ഉപ്പുരസമുള്ള ജലാശയങ്ങൾക്ക് സമീപവും വളരുന്ന വനങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കണ്ടൽ വനങ്ങൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രദേശത്തെ പ്രാഥമിക ഉത്പാദകരായി കണക്കാക്കപ്പെടുന്നത്? ഹരിത സസ്യങ്ങൾ. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ തകർച്ചയ്ക്ക് കാരണമായ പ്രധാന വില്ലൻ ഏത്? ക്ലോറോഫ്ലൂറോ കാർബൺ. ജന്മനായുള്ള ഹൃദയ വൈകല്യങ്ങളാലും ജനിതക രോഗങ്ങളാലും മറ്റു ഗുരുതര രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന 18 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് പൂർണ്ണ സൗജന്യ ചികിത്സ അനുവദിക്കുന്ന പദ്ധതി താലോലം.
സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന വിള ഏത്? ഏലക്ക. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന വിള ഏലക്ക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരി. 1, 2, 4. ദ്രവ്യമാനം എല്ലായിടത്തും സ്ഥിരമാണ്. ഭാരം സ്ഥലത്തിനനുസരിച്ച് മാറുന്നു. ചന്ദ്രനിൽ ഒരു വസ്തുവിന്റെ ഭാരം കുറയുന്നു. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ ഏതാണ് ഐസോടോപ്പുകൾ? കാർബൺ 14, കാർബൺ 12. ഒരു ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട ഗുണം ഉയർന്ന ദ്രവണാങ്കം. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് തന്നിരിക്കുന്നത്. തുരുമ്പ് പ്രധാനമായും അയൺ ഓക്സൈഡ്. താഴെ തന്നിരിക്കുന്നവയിൽ താപശോഷക പ്രവർത്തനം, പ്രകാശ സംശ്ലേഷണം. ഭൂമിയെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന ബഹിരാകാശ നൗകയിലെ യാത്രികർക്ക് ഭാരമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നു. കാരണം ഓപ്ഷൻ ബി നൗകയും യാത്രികരും ഒരുമിച്ച് സ്വതന്ത്ര പതനത്തിലാണ്. ഭൂമിയിൽ അന്തരീക്ഷമില്ലായിരുന്നുവെങ്കിൽ പകൽ സമയത്ത് ആകാശം കറുപ്പ്. ജലത്തിൽ മുങ്ങിയ നാണയം ഉയരത്തിൽ കാണപ്പെടുന്നത് അപവർത്തനം. ഇടിമിന്നലുള്ള സമയത്ത് മിന്നൽ ആദ്യം കാണുകയും ഇടിയുടെ ശബ്ദം പിന്നീട് കേൾക്കുകയും ചെയ്യുന്നു. കാരണം പ്രകാശത്തിന്റെ വേഗത ശബ്ദത്തേക്കാൾ വളരെ കൂടുതലാണ്. താഴെ പറയുന്നവയിൽ ചുമന്ന ലിറ്റ്മസിനെ നീലയാക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. മാത്സ് ചോദ്യങ്ങളാണ്. ഉത്തരം മാത്രമാണ് പറയുന്നത്. 81 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 21. 82ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. 11/12. 83ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 40. 84ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 1225. 85 ഓപ്ഷൻ എ ആണ്. 29. 86 ഉത്തരം ഓപ്ഷൻ ഡി 5.5. 87ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1725. 88 ഓപ്ഷൻ സി 18. 89ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 182 കിലോമീറ്റർ. 90ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ്. 750. 91 ഓപ്ഷൻ ബി ആണ്. 512. 92 ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2/5. 93ാമത്തെ ചോദ്യം ഓപ്ഷൻ എ 16. 94 ഓപ്ഷൻ സി 54. 95 ഓപ്ഷൻ എ 343. 96ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി 9. 97 ഓപ്ഷൻ ബി 32. 98ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി 205. 99 ഓപ്ഷൻ സി. 100ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ്. 600. കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിരിക്കുന്നത്. ഫൈനൽ ആൻസർ കീ പബ്ലിഷ് ചെയ്യുമ്പോൾ ഉത്തരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.